ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ആരിഫ് പറഞ്ഞാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനാബി അതുകൊണ്ട് കരുതുന്ന വർഷദിന ത്വരീഖ സൈരി ഫീക, നിന്നിലൂടെയുള്ള സൈറിന്റെ ത്വരീഖിനെ നീ ഞങ്ങൾക്ക് ഇർഷാദാക്കി തരണേ. പിന്നെ നീ മായ്ച്ചു കളയണം വേണ്ടി ഗുലുമാത്തി അഹ്വാലിന, ഞങ്ങളുടെ അഹ്വാലിന്റെ ഗുലുമാത്തിനെ, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഗുലുമാത്തുകൾ. പിന്നെ തുമീത്തു, നീ നീക്കണം വവാശി അബദാനിന, ഞങ്ങളുടെ ശരീരത്തിന്റെ മൂടലുകൾ. അള്ളാഹുലേക്ക് ആണ് കൂടുതൽ നൂറ് കിട്ടുന്നതിനെ തടയുന്ന. ഞങ്ങൾ പ്രകാശിക്കാൻ വേണ്ടി ബിനൂരി ഖുദ്സിക്കാൻ, നിന്റെ പരിശുദ്ധതയുടെ നൂറ് കൊണ്ട്. അപ്പോൾ നിന്നെ ഞങ്ങൾ കാണും, ബിനൂരിക്ക, നിന്റെ നൂറ് കൊണ്ട് കാണും. കൽപ്പനയും പ്രാർത്ഥനയും ഇഹ്ദിന എന്ന് പറയുമ്പോ അമ്രല്ല, അപ്പൊ അത് നേരെ വാക്ക് അമ്രല്ല. കൽപ്പനയും പ്രാർത്ഥനയും തമ്മിൽ എസ്തരിക്കാൻ ഈ പങ്കാകും. ലഫ്ള് പങ്കാണ്, ഒരേ പദം തന്നെയല്ല. അള്ളാഹുവിനോട് കൽപ്പിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഒരാളോട് കൽപ്പിക്കുമ്പോഴൊക്കെ ഇഫ്അൽ തന്നെയാണ് പറയല്, ഇഹ്ദി തന്നെയാണ് പറയല്. വമൈനൻ, അർത്ഥവും നീ ചെയ്യുന്ന തന്നെയാണ് അർത്ഥം. തഫാവത്താനി, പക്ഷെ രണ്ട് വ്യത്യാസം എന്ന് പറയണമെന്നൊന്നുമില്ല. ദ്വാണല്ലേ, രണ്ട് വ്യത്യാസമാകല് തസഫുല്. ഒരാള് മേൽമത്തരമുള്ളവനാവൽ കൊണ്ടും ഒരാള് താവൽ കൊണ്ടുമാണ്. കൽപ്പന ആകുമ്പോ കൽപ്പിക്കുന്ന ആള് മേൽമത്തരം ഉണ്ടാവും, മറ്റാള് താന്നേക്കാരം. അല്ല, മറ്റാള് താന്നേക്കാരം. ദ്വായില് തിരിച്ചുമാണ്. ദ്വാരക്കണ ആള് താന്നാളും മേലേക്കാരം. പിന്നെ വക്കീല പറയപ്പെട്ടു ബിറുത്ബത്തി, നേരത്തെ പറഞ്ഞത് ഇസ്തിഅല കൊണ്ടാണ് വ്യത്യാസാകല്. ഒരു കീലുള്ളത് റുത്തുബ കൊണ്ടാണ് വ്യത്യാസാകല്. ഖീല യജിബു അയകുനൽ അംറു അഅല മർതബതൻ മിൻ നിസ്ബതി ഇലൽ മഅ്മൂരി ആമിർ വയകുന ദായി അസ്ഫല മിനൽ ഹഖീഖത ലാ യക്ഫി അൽ ഇസ്തിഅലാഉ വതസഫുൽ വ ഹഖീഖ മദാബ ഇലൈഹി ജംഹൂറുൽ മുഅ്തസില. നേരത്തെ പറഞ്ഞത് ഇസ്തിഅലാ എന്നുള്ള പദമാണ്. ഹഖീഖിയായ ഇസ്തിഅലാ വേണമെന്നില്ല. ഹഖീഖിയായ മറിച്ച് ഇസ്തിഅലായെ കാണിച്ചാ മതി. ചിലപ്പോ വലിയ ആളെന്നെ ചെറിയ ആളോട് ഒന്നും ഇങ്ങനെ ആക്കിയാണ്ട് പറഞ്ഞാൽ അതിന് ദുആ എന്ന് പറയും. വലിയ ആളെന്നെ ചെറിയ ആളോട് താന്നുകൊണ്ട് പറഞ്ഞാല് അതിന് ദുആ എന്ന് പറയും. അപ്പൊ അവിടെ തസഫുലൊക്കെ ഉണ്ട്. എന്താക്ക, വെൽപ്പത്തരം കാണിച്ച് പറയാ, താഴ്ച കാണിച്ച് ചെയ്യ എന്നൊക്കെ ഉണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. ഹഖീഖിയായ ഉലുവ് വേണമെന്നില്ല, എന്ത് മതി, ഇസ്തിഅലാ മതി. അതായത്
മേൽമയുള്ളതായിട്ട് കാണിക്കുക, നടിക്കുക. ആ, മനസ്സിലായ? മറിച്ച് കീലക്കാര് പറയുന്നത് ശരിക്കന്നെ മേൽമ ഉണ്ടാവണം, അപ്പോൾ അത് ദുആ ആകുള്ളൂ. ശരിക്കും താന്ന ആളാണ് ചോദിക്കണമെങ്കിൽ അപ്പോഴാണ് ഋതുബയിൽ തന്നെ വ്യത്യാസം വരണം. അല്ലാതെ ഇസ്തിലാഹ് നടിച്ചാ പോരാ, ഉലുവിനെ ഉണ്ടാക്കിയാ പോരാ. ഇസ്തിലാഹിന് ഉലുവിനെ ഉണ്ടാക്കലാണ്, ഉലുവിനെ ഉണ്ടാക്കുക. പിന്നെ വസ്സിറാത്തു എന്ത് സീനല്ലേ? സിറാത്ത് എന്നത് സെരിത്തയിൽ നിന്നുള്ളതാണ്. സെരിത്തത്വആമ, ഭക്ഷണം വിഴുങ്ങി. ഇദബ്തലഅഹു, അവൻ ഭക്ഷണം വിഴുങ്ങിയാല്. യസിരിത്തു സാബിലത, അബ്നാഉ സബീൽ. ഫകഅന്നഹു യസിരിത്തു, നിശ്ചയമായും അവൻ, ആര് അവൻ? തിന്നുന്നവനാ. മീൻ സരിതത്വആമ, ഭക്ഷണത്തെ വിഴുങ്ങി. വിഴുങ്ങുന്ന ആള് കഅന്നഹു, ആ വിഴുങ്ങുന്ന ആള് അല്ലേ? യസിരിത്തു സാബിലത്ത, വഴിയിലൂടെ നടക്കുന്ന, സാബിലത്ത് പറഞ്ഞ വഴിയാത്രക്കാരൻ, വഴിയാത്രക്കാരനൊക്കെ വിഴുങ്ങുന്നത് പോലെയാണ്. ഫകഅന്നഹു യസിരിത്തു, സിറാത്ത് അല്ലേ? ഈ സിറാത്ത് എന്ന സാധനം എന്ത്? സിറാത്ത് പറഞ്ഞ എന്താ? വഴി. ഹുനദമീർ സിറാത്തേക്ക് മടക്കുക. സിറാത്ത് എന്നത് എന്റെ അർത്ഥം എന്താ? വഴി എന്നല്ല ഇപ്പൊ നമ്മളെ അർത്ഥം വെച്ചത് ഉസ്താദെ. അതെ, സിറാത്ത്. അപ്പൊ സരിത്തത്വാമ, ഭക്ഷണത്തെ വിഴുങ്ങിയാല് സരിത്ത എന്ന് പറയും. അപ്പൊ ഈ വഴി എന്ന സാധനം വിഴുങ്ങുണ്ടോ? സിറാത്ത് എന്നത് യസിരിത്തു സാബിലത്ത, യാത്രക്കാരൊക്കെ വിഴുങ്ങുന്നത് പോലെയാണ്. വഴികള് ആരെ വിഴുങ്ങുണ്ട്? അതിലൂടെ യാത്ര പോകുന്ന ആളുകളൊക്കെ വിഴുങ്ങുന്നത് പോലെയാണ്. ആ, പിന്നെ വലിദാലിക, അതുകൊണ്ടാണ് സുമ്മിയ, ഈ വഴിക്ക് പേരുണ്ട് ലഖമൻ. എന്ത് പേരുണ്ട്? ലഖമ് എന്ന് പേരുണ്ട്. ബിഫത്തഹിൽ ലാം അൽ കാഫി, വസത്തു ത്വരീഖിന് ലഖമ് എന്ന് പറയും. ലഖമു എന്നും പറയലുണ്ട് വഴിങ്ങൾക്ക്. അതായത് വഴിക്ക് ലഖമു എന്ന് പേരുണ്ട്. അന്നഹു, കാരണം വഴി യൽതഖിമുഹും, അവരെയൊക്കെ എന്താകലുണ്ട്? വിഴുങ്ങലുണ്ട്, പൊറുക്കലുണ്ട്. ലഖമ എന്ന് പറഞ്ഞാൽ പൊറുക്കെടുത്തു എന്നാണ്. വഴി എന്താകും? അവരെയൊക്കെ, ആളുകളൊക്കെ. വസ്സിറാത്തു, അപ്പൊ സുറാത്ത് എന്ന പദം കൽബി സീന് സ്വാദൻ, സീന് സ്വാദാക്കി മറിച്ചതിൽ പെട്ടതാണ്. യുതാബിക്കത്തോ, അവസാന അക്ഷരം തോ അല്ല, ആ സീനെ സ്വാദാക്കിയത് അവസാനത്തെ തോയിനോട് യോജിക്കാൻ. തോ എന്നുള്ള സുറാത്തോ എന്നുള്ള ഫിൽ തുബാക്ക്, എന്തിന് യോജിക്കാൻ? തുബാക്ക് എന്ന സിഫത്തിൽ, അക്ഷരങ്ങളുടെ സിഫത്തിൽപ്പെട്ട തുബാക്ക് ഉണ്ട് തോയിന്. അപ്പൊ സീന് തുബാക്ക് കൊടുത്തപ്പോ അങ്ങനെ ലാസ്റ്റ് സ്വാദ് പറഞ്ഞു തുടങ്ങിയത് ആൾക്കാർ. വഖദ് യുഷമ്മു സ്വാദു, ചിലപ്പോ സ്വാദിനെ ഇസ്മാമ ചെയ്യപ്പെടും സൗത്ത സായിന്റെ ശബ്ദം. സുറാത്ത, ഇഹ്ദിന സുറാത്ത, യമനികളൊക്കെ പറഞ്ഞിട്ടില്ല. സുറാത്ത, ഈജിപ്തുകാരും അങ്ങനെ പറയുന്നുണ്ട്. ലിയക്കൂനത, അപ്പൊ അതാകും
അഖറബ അടുപ്പമുണ്ടാകും. എങ്ങോട്ട്? ഇലൽ മുബ്തലി മിൻഹു ആരിൽ നിന്നാണോ മറിക്കപ്പെട്ടത്? സീനിൽ നിന്നാണ്. സീനിനോട് സ്വാദ് അടുക്കാൻ വേണ്ടി സ്വാദിന് എന്താക്കും? സായിന്റെ ചയ കൊടുക്കൂ എന്നും മനസ്സിലാണില്ലേ? ആ ഇബ്നു കസീർ എന്ന കാരി ഓതി ബിരിവായത്തി കുമ്പുലിന്റെ റിപ്പോർട്ട്. ഇബ്നു കസീറിന് 2 റിപ്പോർട്ടർമാരാണ് മഷ്ഹൂറായത്. വേറെയും കുറെ ശിഷ്യന്മാരുണ്ടാവും. മഷ്ഹൂർ കുമ്പുലാണ്. അൻഹു ഇബ്നു കസീറിൽ നിന്നും ഓതി. ഇബ്നു കസീർ ഓതി കുമ്പുലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഓതി. അൻഹു എന്ന് പറഞ്ഞാല് അൻഹൂന്നില്ലേ? നിങ്ങളുടെ നാടെവിടെ? എന്ത്? ഇബ്നു കസീർ ഓതി ബിരിവായത്തി കുമ്പലിന്റെ റിപ്പോർട്ട് അനുസരിച്ച്. പിന്നെന്താ? അൻഹൂന്നുണ്ടാ? കുമ്പലിന്ന് കഴിഞ്ഞിട്ട് അൻഹൂന്നുണ്ടാ? എന്നാ പോട്ടെ, വെട്ടിട് കൊടുക്ക്. ഇല്ലാത്ത അൻഹു കൊടുത്ത് അൻഹു ചെല്ലാം ചേട്ടടാ. വാ എവിടെ എന്തെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ടടാ. ആ റുവൈസും ഓതി അൻ യാഖൂബ ബിൽ അസ്ലി സീന് കൊണ്ടോതി. ബിൽ അസ്ലി എന്തേ? അസ്ലി പറഞ്ഞ സീന അസ്ലി കൊണ്ടോതി. പിന്നെ ഹംസ മൗലിയർ ഓതി ബിൽ ഇസ്മാമി നേരത്തെ പറഞ്ഞ സായി കൊണ്ടേക്കും. സ്വാദാണ് ഈ ഖുറൈശികളൊക്കെ സിറാത്താന്ന് പറഞ്ഞേ. 2ഉം 3ഉം പറഞ്ഞോലുണ്ട്. സായ് കലർത്തി പറഞ്ഞോലും ഉണ്ട്. ഇമാമി അതന്നെയാണ് ലുഗത്ത് ഖുറൈശും ആണ്. സാബിത്തു ഫിൽ ഇമാമി മുസ്ഹഫുൽ ഇമാമിൽ ഉള്ളതും അതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പകർപ്പില് ഇമാം പറഞ്ഞാല് മുസ്ഹഫുൽ ഇമാമായ മുസ്ഹഫിൽ ഉള്ളതും അതാണ്. ലുഗത്ത് ഖുറൈശ് മുഖത്താണ്. ലുഗത്ത് ഖുറൈശിൻ വസാബിത്തു ഫിൽ ഇമാം. പിന്നെ സുറൂത്തുൻ കുതുബിൻ കിതാബിന്റെ കുതുബ്. അതേ ത്വരീഖിന്റെ അതേ അർത്ഥാണ്. എന്തിലൊക്കെ ത്വരീഖ് പോലെയാണ്? മുദക്കറാക്കുന്ന വിഷയത്തിലും മുഅന്നസാക്കുന്ന വിഷയത്തിലൊക്കെ അത് ഏതുപോലെയാണ് എന്ന് പറഞ്ഞാൽ 2ഉം പറ്റുന്നു. മുദക്കറായിട്ടും പറഞ്ഞിട്ടുണ്ട്, മുഅന്നസായിട്ട് ഉപയോഗിക്കും. ത്വരീഖും അങ്ങനെ തന്നെയാണ്. മുസ്തഖീമ എന്നുള്ളത് അൽ മുസ്തവി സമമായ ചൊവ്വായ എന്നാണ് അർത്ഥം. വൽ മുറാദ് ബിഹി ത്വരീഖുൽ ഹഖ്, ഇവിടെ ഹഖിന്റെ വഴി എന്നാണ്. ഹുവ മില്ലത്തുൽ ഇസ്ലാം, അത് രണ്ടും ഒന്ന് തന്നെ ആക്കിയിലൊക്കെ ഇസ്ലാമിന്റെ മില്ലത്താണ് എന്ന് പറയപ്പെട്ടു. ഹഖിന്റെ വഴിയാണെന്ന് പറഞ്ഞാല് അവിടെ സവാഉൻ നഫ്സു മില്ലത്തുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ മില്ലത്ത് എന്നർത്ഥം. എന്ത് ഹഖിന്റെ വഴിയിലും സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുന്ന് ഒമാനൂർ പോകാനുള്ള നേരായ വഴിക്കും സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാം. ഹഖിന്റെ വഴിയാണ്. മില്ലത്തുൽ ഇസ്ലാം അല്ലല്ല, മനസ്സിലായ? ഹഖിന്റെ വഴി എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം. എല്ലാ വിഷയത്തിലുള്ള ഹഖിന്റെ വഴി കഴിഞ്ഞ നിർത്താം. അതിനും സ്പെല്ലിംഗ് ഒക്കെ തെറ്റാതെ ഓതി ശീലിക്കണം, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ. ഒരുത്തരുടെ വഴി, അതായത് ഒരുത്തരുടെ വഴി. അൻഅംത നീ അനുഗ്രഹം ചെയ്ത, അലൈഹിം അവരുടെ മേലിൽ. ബദലു മിനൽ അവ്വലി സുറാത്ത എന്ന ആദ്യത്തെ അവലിൽ നിന്നും ബദലാണത്. ബദലൽ കുല്ലി, ബദലു മിനൽ അവ്വലി ബദലൽ കുല്ലി. വഹുവ ഫീ ഹുക്മി തക്രീറിൽ ആമിലി, ബദലാകുമ്പോ ഇഹ്ദിനാന്ന് ആവർത്തിച്ച ഹുക്മ് വരും. ബദലിന് മുബ്ദല മിൻഹുവിന്റെ ആമിലല്ല അമല് ചെയ്യല്. മുബ്ദല മിൻഹുവിന്റെ ആമില് പോലത്തെ മറ്റൊരു ആമിലിനെ സങ്കല്പിക്കും. എന്താ ഞാൻ പറഞ്ഞു?
ഈ രണ്ടാമത്തെ ഈ സുറാത്തല്ലദീനൊക്കെ ബദലിന് നിസ്ബിത അമിലരാ ഈ ഇഹ്ദിനല്ല, വേറൊരു ഇഹ്ദിനെ വെച്ചെടുക്കും. അങ്ങനെയാണ് ബദലിന്റെ തർക്കീബ്. അവിടുത്തെ ഇഹ്ദിനെ മുതൽ മിൻഹുവിന്റെ ആമിലാവൂല. അപ്പൊ അതാണ് ഹുക്കുമി തക്ലീലിൽ ആമിലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെയാണ്. ചില ആമില ആവർത്തി ഇഹ്ദിനെ രണ്ടട്ടം പറഞ്ഞ മാതിരിയാവും. മിൻഹൈത്തു അതെന്തുകൊണ്ട് ബദലായിരിക്കും ബിദ്ദാത്ത് മഖ്സൂദ്. അത്ഫ ബയാനും ബദലും തമ്മിലുള്ള വ്യത്യാസം അതാ. ബദലിന്റെ അവിടെ ബദലായിരിക്കും ബിദ്ദാത്ത് മഖ്സൂദ്. അത്ഫ ബയാന്റെ അവിടെ മഖ്സൂദ് മത്ബൂ ആയിരിക്കും. മറ്റേത് അതിനെ വിവരിക്കാൻ കൊടുത്തതായിരിക്കും. ആളെ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞതാ. ബയാൻ ചെയ്യണ അത്ഫ് അതിന്റെ പേരെന്നെ. മിൻഹൈത്തു ഒരു നിലക്ക് ഇന്നഹുൽ മഖ്സൂദു ഈ ബദലാണ്. ഹൈത്തൂരാശ അന്യ വായിക്ക ഇന്യ വായിക്കാന്ന് അൽഫി പറഞ്ഞിട്ടുണ്ട്. ഇന്നഹുൽ മഖ്സൂദു ഈ ബദലായിരിക്കും നിസ്ബ കൊണ്ടുള്ള ഉദ്ദേശം. ഫീലിനെ മഫൂലിലേക്ക് നിസ്ബ ചെയ്യല്ല, ഇഹ്ദിന അസ്സുറാത്തയിലേക്ക് നിസ്ബ ചെയ്യല്ല. ആ നിസ്ബ കൊണ്ടുള്ള മെയിൻ ലക്ഷ്യം ബദലായിരിക്കും. ഫായിദത്തുഹു ഈ ബദല് പറയുന്നത് കൊണ്ടുള്ള ഫായിദ ആദ്യം തന്നെ ഉസ്താദ് ആ ബദലായ സാധനം പറഞ്ഞ പോരേനാ, അത് തൗക്കീദ് ശക്തി കൂടും. തൻസീസ് വ്യക്തമാക്കി പറയലുണ്ട്. ത്വരീഖൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ വഴി, നീ അനുഗ്രഹം ചെയ്ത മുസ്ലിമീങ്ങളുടെ വഴി എന്നാണ് അവിടെ പറഞ്ഞത്. നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി, നമ്പിയാക്കളുടെ വഴി, ആ മുസ്ലിമീങ്ങളുടെ വഴി ഉവൽ മഷ്ഹൂദു അലൈഹി അതാണ് സാക്ഷി നിൽക്കപ്പെട്ടത് മുസ്തഖീമാണ് എന്നതുകൊണ്ട്. നേരെ ഇഹ്ദിന സിറാത്തല്ലദീന എന്ന് ഓതിയാല് സിറാത്തൽ മുസ്തഖീമ എന്നുള്ളത് ഇങ്ങോട്ട് വരൂലല്ല. ഈ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ആരാണ്, അത് മുസ്തഖീമ എന്ന പേരും കൂടി ഉള്ള വഴിയാണ്. മനസ്സിലായ? എന്ത് ഫായിദുണ്ട്? തൻസീസാക്കലുണ്ട്. അല അന്ന ത്വരീഖൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന വഴി എന്താണ്? ഹുവൽ മഷ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ അത് മുസ്തഖീമായ വഴിയാണ്, ഇസ്തിഖാമത്ത് കൊണ്ട് സാക്ഷി നിൽക്കപ്പെട്ട വഴിയാണ്. അങ്ങനെ നസ്സാക്കലുണ്ട്. എന്തിന്റെ മേലായിട്ട്? മോയിക്കട തൊള്ള തുറക്കണം. അല ആക്കിയതല്ല, അല ആക്കതി വജിഹിൻ. ആക്കതി വജിഹിൻ അഫ്അൽ വസനാണ്, ഏറ്റവും ശക്തിയായ വജിഹിലായിട്ട്. മൊബൈലായിട്ട് മൂതൊക്കെ ഞാൻ ആക്കതി വജിഹിൻ അബലഗി വജിഹിൻ എന്നർത്ഥം. വാ അല കമാലുഹു എന്ന് വായിച്ച മാതിരി വായിക്കരുത്. ഏറ്റവും ശക്തിയായ വജിഹിലും വഅബ്ലഗിഹി ഏറ്റവും മുബാലഗത്തിന്റെ വജുഹും. അതെന്താ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ? മുബാലഗത്തൊക്കെ ഉണ്ട് അവിടെ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. കാരണം ഈ ബദല് ജുഹില ബദലിനെ ആക്കപ്പെട്ടു തഫ്സീരി വൽ ബയാനി ലഹു. ആദ്യത്തെ സിറാത്ത് മുസ്തഖീമിന്റെ തഫ്സീറും ബയാനുമാണ്. അപ്പൊ ശക്തി കൂടിയല്ല. ലിഅന്നഹു ജുഹില ഈ അല്ലേ ലിഅന്നഹുവിന്റെ ലമീർ കേട്ടാ കാരണം ഈ ജുഹില ബദലിന് ആക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? തഫ്സീറല്ലേ ബദൽ കൊണ്ടാണ് വിവരിച്ചത്. ആദ്യത്തെ സിറാത്ത് മുസ്തഖീം മനസ്സിലാകാതായപ്പോ എന്തുകൊണ്ട് വിവരിച്ചു എന്ന് പറയുകയാണെങ്കിൽ തഫ്സീർ പോലെയാണ്. തഫ്സീറാണെന്ന് പറയുന്നില്ല. തഫ്സീറാകണ അത്ഫ ബയാനാവുമ്പോഴല്ലേ തഫ്സീറാവുള്ളൂ. ശരിക്കും അത്ഫ ബയാനൊക്കെ ആവുമ്പോഴല്ലേ തഫ്സീറും ബയാനാവുള്ളൂ. ഇതിന് എന്താക്കപ്പെട്ടിട്ടുണ്ട്? ലഘു ആദ്യത്തേതിന് നിശ്ചയമായും
ഈ സുറാത്ത് മിനൽ ബയ്യിനില്ലദി ലാ ഖഫാ ഫീഹി. സിറാത്ത് മുസ്തഖീം എന്താണ്? ആർക്കും മറച്ചിലില്ലാത്ത വളരെ വ്യക്തമായതുപോലെയായി. അത് വ്യക്തമായതാണ്, മറയലില്ല. എന്ത് വ്യക്തമാണ്? ത്വരീഖ് മുസ്തഖീം ഒന്നാണ്. യകൂനു അതാകും ത്വരീഖൽ മുഅ്മിനീൻ. ഏതായ വഴിയാകും? മുഅ്മിനീങ്ങളുടെ വഴിയാകും എന്ന് വ്യക്തമാണ്, മറച്ചിലില്ല എന്ന് പറഞ്ഞതുപോലെയായി. എന്ത്? വ്യക്തമാണ്, മറയലില്ലാത്ത വ്യക്തമാണ്. എന്ത് കാര്യം? അന്ന ത്വരീഖൽ മുസ്തഖീം ഏതാണ് എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ വഴിയാണ് എന്നത് ആർക്കും അറിയൂല എന്ന് വളരെ വ്യക്തമാണ് എന്നൊക്കെ പറച്ചിൽ വന്നു. വഖീല പറയപ്പെട്ടു അല്ലദീന അൻഅംത അലൈഹിം അൽ അംബിയാഉ അൻഅംത. നമ്മൾ ത്വരീഖുൽ മുസ്ലിമീന എന്ന് പറഞ്ഞീന. അതെ, തൻസീസ് അല അന്ന ത്വരീഖ അന്ന വൽ മഷ്ഹൂദൂൻ അല്ലേ. അൻഅംത അലൈഹിം കൊണ്ട് ഉദ്ദേശം അംബിയാക്കളാണെന്ന് പറയും, മുസ്ലിമീങ്ങളാണെന്ന് പറ്റത്. ഈ കീല പറയുന്ന അംബിയാക്കള്. കീല അസ്ഹാബു മൂസ വ ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം ഖബല തഹരീഫ് വന്നസ്ഖി. മാറ്റിത്തിരുത്തൽ നടക്കണ മുമ്പും ദുർബലപ്പെടുത്തൽ നടക്കണ മുമ്പുള്ള മൂസ ഈസ നബി അലൈഹി സ്വലാമിന്റെ തരീഖാണ്. എന്നുള്ളിടത്ത് ഇങ്ങനെ വെത്തുണ്ട്, അങ്ങനെ. വൽ ഇൻആം, അത് കേട്ടെ. ഇൻആം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസാലൻ നിയമത്തി, നിയമത്തിനെ അങ്ങോട്ട് ചേർക്കുക, അനുഗ്രഹത്തിനെ ചേർക്കാന്നാണ്. ഈമാനും ഇസ്ലാമും രണ്ടാണോ ഒന്നാണോ എന്നൊരു തർക്കമുണ്ട്. ഹനഫിയാക്കളെ മുഖ്താറാക്കിയത് രണ്ടും ഒന്നാണ്. മുഅ്തസിലിയാക്കളും ഹദീസ് പണ്ഡിതന്മാരിൽ ചിലരും, ആരൊക്കെ? ചിലര് ഹനഫിയാക്കളെ മുഅ്തസിലത്ത്. ആ തരീഖാണ് മുസന്നിഫിനും ഉള്ളത്. അശ്അരി ഇമാം പറയുന്നത് രണ്ടാണ്. ഈമാനും ഇസ്ലാമും രണ്ടാണ്. ഒക്കെ ചിലപ്പോൾ ലഫ്ളിയ ഖിലാഫായിരിക്കും. മുഹദ്ദിസീങ്ങളും മുഅ്തസിലിയാക്കളിൽ ഭൂരിപക്ഷവും പോകുന്നത് ഈമാനും ഇസ്ലാമും എന്നൊക്കെ പറഞ്ഞ ഒന്നാണെന്ന് പറയുമ്പോൾ എന്താണത്? തസ്ദീഖു ബിൽ ജനാന്, ഹൃദയത്തിലെ തസ്ദീഖും നാവുകൊണ്ടുള്ള ഇഖ്റാറും അവയവങ്ങളെ കൊണ്ടുള്ള അമലും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല,
അമലും കൂടെയാണ്. മനസ്സിലായ? എന്ത് അതിനെ റദ്ദ് ചെയ്തു ചിലര്. എന്താ ഈമാനിന്റെ കൂടെ അല്ലാഹു തആല അത്ബ് ചെയ്തപ്പോ വഅമിലു സ്വാലിഹാത്തി ആമനു ആമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ ഈമാൻ അല്ലാത്തതാണ് എന്തെന്ന് വന്ന് അമലെന്ന് വന്ന് അതിന്റെ റദ്ദ്. പിന്നെ എന്തും വരും, അമല് ഫാസിഖ്യങ്ങളൊന്നും മുഅ്മിനല്ല എന്നും വരും. എന്ത് വരും, അങ്ങനെയും റദ്ദ് ചെയ്യപ്പെട്ടു. അതിന്റെ മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കമാലുൽ ഈമാനിനാണ് എന്നാണ് അവര് പറയുന്നത് വെച്ചാൽ മതി. അൻഅംത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയുകയാണ് ഈസാലുൻ നിഅമ വഹിയ ഫിൽ അസ്ലി. നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഹിയ നിഅമത്ത് അസ്ലി അൽ ഹാലത്തുല്ലദി യസ്തലിദ്ദുഹൽ ഇൻസാനു. മനുഷ്യൻ ആനന്ദിക്കും ആ യാതൊന്നിനെ, അങ്ങനെയുള്ള ഒരു അവസ്ഥക്കാണ് നിയമത്ത് എന്ന് പറയുന്നത്. മനുഷ്യൻക്ക് സന്തോഷം ഉണ്ടാകണ എന്തൊരവസ്ഥക്കും നിയമത്ത് എന്ന് പറയും. സന്തോഷം ഉണ്ടാകണ ഒരു ഹാലത്തിനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒത്തിലിക്കത്ത് പിന്നെ അതിനെ പറയപ്പെട്ടു അസലില് ആ ഹാലത്തിനട്ട. നിയമത്ത് എന്ന് പറഞ്ഞാല് ഒരാള് നിയമത്തിലാണെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലാണ് എന്നാ പറഞ്ഞ, ആ ഹാലത്തിലാണ്. പിന്നീട് ഈ നിയമത്തിനെ പറഞ്ഞു ലിമ ഒരു വസ്തുവിന് അവൻ ആ വസ്തുവിനെ ലദ്ദത്താകും. അതെന്തിനാൽ? അനുഗ്രഹങ്ങളായ കാര്യങ്ങളാൽ. ആ ഹാലത്തിനാണ് അസല്. പിന്നെ അനുഗ്രഹ വസ്തുക്കൾക്കൊക്കെ എന്തെന്ന് പറഞ്ഞു, ആ വസ്തുവിനെ അവൻ ആനന്ദിക്കും. ആ വസ്തുവിനോട് കൂടെ ആ വസ്തുവിന് കിട്ടുമ്പോൾ. മനസ്സിലായ? ലിമ ഒന്നിനിക്ക് പിന്നെ പറയപ്പെട്ടു നിയമത്ത് എന്ന്. യസ്തലിദ്ദുഹു, ആ വാദിനെ അവൻ ആനന്ദിക്കും, ആ ഒന്നിനു വേണ്ടി അവൻ ആനന്ദിക്കും. അതെന്തിനാൽ? നിയമത്തുകളാൽ ആയ. വഹിയ അത് ആനന്ദമുള്ളവനായി എന്നാണ് അപ്പൊ ആദ്യത്തെ അർത്ഥം. ഖബറും ബഅദ ഖബരിൻ ലിഖൗലിഹി വഹിയ. അപ്പൊ അങ്ങനെ എന്താണ് എന്ത് ഈ ഇൻആം എന്ന് പറഞ്ഞാല് ഈസാലുൻ നിഅമത്താണ്. നിഅമത്തിനെ എന്താക്കുക? ചേർക്കുക. അത് പറഞ്ഞില്ലേ? ഇൻആം അൻഅമ യുനീമ പറഞ്ഞാല് എന്തിനെ ചേർക്കുക? നിഅമത്തിനെ ചേർക്കുക. വഹിയ നിഅമത്ത് എന്ന് പറഞ്ഞാല് അൽ ഹാലത്തു, ഒരു അവസ്ഥക്കാണ് അസല് പറയല്.
മനുഷ്യൻ ആനന്ദിക്കുന്ന. പിന്നീട് അത് എന്തിലേക്ക് പറയപ്പെട്ടു? അവൻ അതിനെ ആനന്ദിക്കും. അങ്ങനെയുള്ള ഒന്നിനിക്ക് വരെ നിഅമത്ത് എന്ന് പറയപ്പെട്ടു. മിനൻ നിഅമതി, നിഅമത്ത് എന്നത് എന്തിൽ നിന്നുള്ളതാണ്? ഇൻആമ് എന്ന പദം, ഇൻആമ് എന്ന പദം വൽ ഇൻആമു എന്ന് പറഞ്ഞില്ല, അതിന്റെ ഖബറല്ലേ ഈസാലു, അല്ലെങ്കിൽ വേണ്ട വഹിയ എന്ന് പറഞ്ഞില്ല. വഹിയ ഈ നിയമത്ത് എന്നത് അൽ ആലത്തു, പിന്നെ മിനൻ നിഅമതി അത് എന്തിൽ നിന്നും പിടിച്ചതുമാണ് നിയമത്ത് എന്നത്. ഫതഹുള്ള നിഅമത്തിൽ നിന്നും പിടിച്ചതാണ്. എന്ത്? വഹിയ ഈ നിയമത്തെ അൽ ഹാലത്തു, ഹാലത്തു ആണ് രണ്ടാം ഖബർ. മിനൻ നിഅമതി എന്തിൽ നിന്നും പിടിച്ചതുമാണ്. മനസ്സിലായ? വഹിയന്റെ ഖബറായ അൽ ഹാലത്തു എന്ന ഇമക്ക് ഉള്ള രണ്ടാം ഖബറാണ് ഏത്? മിനൻ നിഅമതി, നിയമത്ത് നിഅമത്തിൽ നിന്നും പിടിച്ചതുമാണ്. വഹിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഹിയന്റെ ലമീർ നിഅമത്ക്ക് മടങ്ങി. അല്ലയ്യിനു മാർദ്ദവം എന്നുള്ള അർത്ഥമുണ്ട്. വന്നിഅമുല്ലാഹി അല്ലാഹുവിന്റെ നിഅമത്തുകളെ വഇൻ കാനത് ലാ തുഹ്സാ, അതിനെ എണ്ണപ്പെടുത്താൻ സാധ്യമല്ല. കമാ ഖാല വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ എണ്ണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ക്ലിപ്തപ്പെടുത്തൂല. എങ്കിലും തൻഹസിറോ നിഅമത്ത് ക്ലിപ്തമാണ്. ഫീ ജിൻസൈനി രണ്ട് വർഗത്തിൽ, ദുന്യവിയ്യൻ വ ഉഖ്റവിയ്യൻ. വൽഅവ്വലു ദുന്യവിയ്യ ഖിസ്മാനി രണ്ട് ഇനമാക്കാം. മൗഹിബിയ്യൻ മൗഹബിയ്യൻ വ കസ്ബിയ്യൻ, ഒന്ന് ഔദാര്യമായിട്ട് കിട്ടിയതും രണ്ട് കസ്ബായിട്ട് കിട്ടിയതും. വായിച്ച് മൗഹബിയെ അറിഞ്ഞാൽ അള്ളാഹ് നേരെ നമ്മൾ അധ്വാനിച്ച് കിട്ടിയതല്ലാത്തത്, കണ്ണ് കൈ കാലൊന്നും അധ്വാനിച്ച് കിട്ടിയതല്ല. കസ്ബിയെ അറിഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് കിട്ടിയത്, കീസിലുള്ള 10 രൂപ പണിയെടുത്ത് കിട്ടിയതായിരിക്കും. വൽ മൗഹബിയോ, അള്ളാഹു ദുന്യാവിലുള്ളത് രണ്ടിനും, മൗഹബിയും കസ്ബിയും. അള്ളാഹു ഔദാര്യമായിട്ട് തന്നത്, നമ്മള് വർക്കില്ലാതെ. വൽ മൗഹബിയു ഖിസ്മാനി, മൗഹബി രണ്ടിനമുണ്ട്. റൂഹാനി എന്ന് അള്ളാഹു തന്നത് രണ്ടിനമുണ്ട്. റൂഹാനി എന്നൊന്ന് ആത്മീയം, വ ജിസ്മാനി രണ്ട് ശാരീരികം. അള്ളാഹു റൂഹാനിയായ, അള്ളാഹു മൗഹബിയാണ് കേട്ടോ പറയുന്നത്. റൂഹാനിയും ജിസ്മാനിയും ഉണ്ട്. റൂഹാനി ഏതുപോലെ? റൂഹിഫി, അവന് റൂഹൂതും പോലെ. ഈ ഊതെന്ന് പറഞ്ഞാൽ ഫൂ എന്ന് പറയാനൊന്നും അർത്ഥമില്ല കേട്ടാ. റൂഹിനെ നിക്ഷേപിക്കാന്നാണ്. മറിയമിന്റെ ഫർജിൽ പോയിക്കാണ്ട് അല്ല ഫൂന്നാക്കിന്നൊന്നും അർത്ഥം വെക്കാൻ നിൽക്കണ്ട. അവിടെയൊക്കെന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ഊതലും ചാടലും അവിടെ നടക്കണില്ല. അവിടെ അതിലേക്ക് എന്താക്കി അവിടെ അയച്ചു. റൂഹ് ഊതലുമാണ്. ഈ പരിഭാഷക്കാർ ഊതൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മറ്റേ ഊതൽ ഫർജിൽ ഊതാൻ നടക്കാണ് നമ്മളെ പഠിച്ചോനെന്ന് വെച്ചു. റൂഹിനെ നിക്ഷേപിക്കും പോലെ, റൂഹ് പിന്നെ ഒരു ആവി പോലെയുള്ള സാധനം ആയതുകൊണ്ട് ഊതെന്നൊക്കെ പറയണം. വൈശറാഖിഹി റൂഹിന് പ്രകാശം കൊടുക്കും പോലെ. എന്തുകൊണ്ട്? അല്ലേ? അല്ലെങ്കിൽ അവനെ അള്ളാഹു പ്രകാശിപ്പിക്കും പോലെ. ഫീഹി എന്ന് പറഞ്ഞാൽ സമീറം കെട്ടാൻ മടക്കി അവനിലല്ലേ, അതിന്റെ മുന്നില്ലല്ലേ, അങ്ങോട്ട് മടക്കലാണ് ചെറുത്. മനുഷ്യനിൽ എന്ന് പറഞ്ഞു കേട്ടോ, ശരീരത്തിൽ. പിന്നെ അവനെ അള്ളാഹു എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. എന്തുകൊണ്ട്?
ബുദ്ധി കൊണ്ട്, വമാ ഒന്നുകൊണ്ടും, ബുദ്ധിയോട് അക്കലിനോട് താപിയാകുന്നതുകൊണ്ടോ, ചില കൂവത്തുകളാൽ ഏതുപോലെയുള്ള ഗ്രാഹ്യം, ചിന്ത, നുത്തത്ത് എന്നതുപോലെയുള്ള ഫഹ്മ് എന്ന് പറഞ്ഞാൽ ഇദ്റാഖുൽ മുതഅല്ലിഖു ബിൽ മുദ്റക്കാത്തി, തസവ്വുരിയത്ത് ഇദ്റാഖ് ചെയ്യപ്പെടുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു ഇദ്റാഖ്, അതാണ് ഫഹ്മ്. ഫിക്ർ എന്ന് പറഞ്ഞാൽ തർത്തീബുൽ മാലൂമാത്തി ലി തഹ്സീലി മജ്ഹൂലി, അത് നമുക്ക് പഠിച്ചതാണ് പണ്ടേ അല്ലേ. നുതഖ് എന്ന് പറഞ്ഞാൽ തഅബീറു അമ്മാ ഫിൽ ദമീരി, മനസ്സിലുള്ളത് സൊല്ല, ബിലഫ്ളി യദുല്ലു അലൈഹി വബിഹി യക്മുലു ഇസ്റാഖു റൂഹി, അപ്പോഴാണ് റൂഹിന് പ്രകാശം ഉണ്ടാവുള്ളൂ. റൂഹിലേക്കും അടക്കട്ട ഇസ്റാഖിഹി എന്ന് പറഞ്ഞാല് പിന്നെ വജിസ്മാനിയുൻ കതഖ്ലീഖിൽ ബദനി, മനുഷ്യനെ ശരീരത്തെ സൃഷ്ടിക്കൽ പോലെ, വൽ ഖുവ ശക്തികളെ സൃഷ്ടിക്കും പോലെ, ശരീരത്തിലുള്ള അൽ ഹാലത്തി ഫീ ബദനിൽ ഇറങ്ങിയ ശക്തികളെ അല്ലെ, കൈക്ക് ഒരു ശക്തി ഉണ്ട്, കണ്ണിന് ശക്തി ഉണ്ടല്ലോ, അതിലേക്ക് ഇറങ്ങുന്ന ശക്തി, ആദ്യ ശക്തിയെ പഠിച്ചിട്ടില്ല കേട്ടോ. അതിലേക്ക് ഇറങ്ങുന്ന ശക്തി എപ്പോഴാ പഠിക്കണേ? ചെയ്യുമ്പോ പഠിക്കും. ആദ്യം പഠിച്ചിരിക്കാനുള്ള ശക്തി ഒന്നും തന്നിട്ടില്ല. ആദ്യം എന്താ ഉള്ളു? കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാ? എന്നെന്താ ഉള്ളത്? കണ്ണിന് ആരോഗ്യമുള്ളൊരു കണ്ണുണ്ട്, രോഗമില്ലാത്ത കണ്ണുണ്ട്. ആ കണ്ണിലേക്ക് അള്ളാഹു ആ സമയത്താണ് ഇപ്പതാ പഠിച്ച്, ഓരോ സെക്കൻഡിലും പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ആദ്യ കൂവത്ത് പഠിച്ചിട്ടില്ല. ഈ ആരോഗ്യത്തിന് ചിലപ്പോൾ കൂവത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അതിലേക്ക് ഇറങ്ങുന്ന ഓരോ ഘട്ടത്തിലും പടക്കുന്ന കൂവത്ത് പോലെ. പിന്നെ എന്തുപോലെ, എന്തിനെ പടക്കും പോലെ? തഖ്ലീഖിൽ ബദനി, ബദനിനെ പടക്കും പോലെ, വൽ ഖുവ കൂവത്തുകളെ പടക്കും പോലെ, വൽ ഹൈആത്തി രൂപങ്ങളെ പടക്കും പോലെ, അൽ ആലിലത്തി ലഹു ശരീരത്തിനക്ക് വെളിവാകുന്ന ഹൈഅത്തുകളെ പടക്കും പോലെ. അതെന്താ? മിനസികത്ത് ആരോഗ്യം, അവയവത്തിന്റെ പൂർണ്ണത. വൽ അതാണ് എന്ത്? വഹബി, ദുന്യവിയായ വഹബി അല്ലേ. ദുന്യവി വഹബിയും കസ്ബിയല്ലേ ഉള്ളത്. വഹബി റുഹാനിയും ജിസ്മാനിയും ആക്കി കഴിഞ്ഞു. വൽ കസ്ബിയോ, കസ്ബി എന്ന് പറഞ്ഞാല് അത് നമ്മളും കൂടെ വർക്കിംഗ് ഉണ്ട്. തസ്കിയത്തുൻ നഫ്സി, നഫ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ അടുക്കുകളെ തൊട്ട്, അതിനെ ആഭരണമണിക്കുമ്പോൾ, സുന്നിയത്തി അല്ല. പൊട്ടന്മാര് വായിക്കാത്തോണ്ട് പിന്നെ എന്താ വായിക്കേണ്ട അറിയില്ല, എന്താ വായിക്കുന്ന നമുക്കറിയില്ല. എന്നാലും നമുക്ക് ആലോചിച്ച് നോക്കാം, സുന്നിയെന്നൊക്കെ വായിച്ചു വെക്കാം. ബിൽ അഖ്ലാഖി സനിയത്തി, സനിയ നല്ല സ്വഭാവങ്ങളെ കൊണ്ട്, തഹ്ലിയത്തുഹാ നഫ്സിനെ എന്താക്ക, ഭംഗിയാക്ക. ബിൽ അഖ്ലാഖി അസ്സനിയത്തി, പിന്നെ വൽ ശ്രേഷ്ഠമായ മലക്കുകളെ കൊണ്ടും, മലക്കല്ല മലക്ക, പ്രത്യേക കഴിവുകൾ. തസ്കിയത്തു അൻ നഫ്സി, നമ്മളുടെ ശരീരത്തെ തസ്ബീഹയിൽപ്പെട്ടതാണ്. അല്ലാഹു നമ്മൾ ഇത് കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യം. തസ്യീനുൽ ബദനി, ശരീരത്തിനെ അല്ലാഹു നല്ല സീനത്താക്കുക. ബിൽ ഹൈആത്തിൽ മത്ബൂഅത്തി, ഏത് രൂപം കൊണ്ട്? ത്വബാഅക്കപ്പെട്ട പ്രകൃതിയിലുള്ള ഹൈഅത്തുകളെ കൊണ്ട്. വൽ ഹിലൽ മുസ്തഹ്സനത്തി, നല്ല ഭംഗിയുള്ള ആഭരണം കൊണ്ട്. ബിൽ ഹിലൽ മുസ്തഹ്സനത്തി, നല്ലതായ ആഭരണങ്ങൾ കൊണ്ടതായിരിക്കും. പിന്നെ എന്തുമാണ്? വൽ കസ്ബിയു തസ്കിയത്തുൻ നഫ്സി വ തസീനുൽ ബദനി വ ഹുസൂലുൽ ജാഹി വൽ മാലി. എന്തുണ്ടാകുക?
മാലൊക്കെ ലഭിക്കും പോലെ അതൊക്കെ കസ്ബിയപ്പെട്ടതാണ്. നമ്മളെ പ്രവർത്തനം കൂടി വേണം. വെറുതെ മേപ്പോട്ട് നോക്കിക്കാണ്ട് ഇങ്ങനെ കുത്തർന്ന ഉറങ്ങിയ കിട്ടുന്ന കാര്യമില്ല. പിന്നെ വത്താനി ഫോട്ടോക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുക, അപ്പം കിട്ടും അല്ലേ? വത്താനി വളഞ്ഞിങ്ങനെ നിന്ന് കണ്ടിട്ടാ മതി, അപ്പൊ വേഗം കിട്ടും. നേരക്കുന്ന കിട്ടില്ല. പിന്നെ അത് ദുന്യവിന്റെ രണ്ടിനം പറഞ്ഞു. വത്താനി ആഖുറവി പൊറുക്കാം. ഉഖ്റവി പറയാം. മാ പുരിത്തമിൻ അവനിൽ നിന്ന് വീഴ്ച വന്ന വരപ്പെട്ട ഒന്ന്. അവനെ തൊട്ടന്ന് തൃപ്തിയാകുക. അവനക്ക് അള്ളാഹു ഒരുക്കി അവനെ ചേർത്തി കൊടുക്കുക. അവൻ അള്ളാഹു ചേർത്തി കൊടുക്കുക. ഉന്നതമായ സ്ഥലത്തേക്ക് മാൽ മലായികത്തിൽ മുഖറബീങ്ങളായ മലക്കുകളെ കൂടെ. അബദൽ ആബിദീൻ ശാശ്വതനായ നിലയ്ക്ക്. അബദ എന്ന് പറഞ്ഞാൽ എപ്പോഴും. ആബിദി എന്ന് പറഞ്ഞ എന്തിനാ? ദഹ്റദ്ദാഖിരി എന്നറിയും. അബദം എന്ന് പറഞ്ഞാല് അദ്ദഹർ. ആബാദ് ദഹ്റദ്ദാഖിരി അബദൽ ആബിദി ദഹ്റദ്ദാഖിരി ഇവദൽ ആയിദി ദഹ്ർ സമാന് قولك لا فل أبدا لا بد دغر معنا لا فل مدة زمانيات كأنه تعالى لا فل ما بقي دغر داخل അടത്താവും. അപ്പൊ ആബിദി ശാശ്വതന്മാരുടെ ശാശ്വതത്തിലായിട്ട് ആബിദി അബദ് എന്നു ആകാൻ. വൽ മുറാദു ഹുവൽ ഖിസ്മുൽ അഖീർ. അൻഅംത അലൈഹിന്ന് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഏത് നിയമത്താണ്? ഉഖറവിയായ നിയമത്താണ്. അവരിലേക്കാണ് ചേർത്തേണ്ടത്. ലൈക്ക് കിട്ടിയാലും കൂടെ എനിക്ക് ലൈക്ക് തരണേന്നല്ല അതിന്റെ അർത്ഥം. ദുന്യവിയായ അതല്ല. ആദ്യം പറഞ്ഞ അതൊന്നല്ല. ഏതല്ല ദുന്യാവിയിൽ 4 ഇനാക്കിയില്ലേ? 2 ഇനാക്കി 2 ഇനാക്കിയില്ലേ? അതൊന്നല്ല ഉഖറവിയ. والمراد അല്ലാതെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ലൈക്കന്മാരെ കൂടെ തോനെ ലൈക്ക് തരണേ. والمراد ദേശം ഹുവൽ ഖിസ്മുൽ അഖീർ. വമ ഒന്നുമാണ്. അവസാനത്തെ ഖിസ്മും ആണ് ഉദ്ദേശം. വമ ഹുവൽ ഖിസ്മുൽ അഖീർ മുഖദ്ദാക്കിയാൽ മതി. യകൂനു വസലത ഇലാ നൈലിഹി. അവസാനത്തെ ഖിസ്മ എത്തലിലേക്കുള്ള വസലത്താകും. അതെന്തിനാണ്? മിനൽ ഖിസ്മിൽ ആഖിർ അവസാന ഖിസ്മിനാൽ. മനസ്സിലായ? അവസാന ഖിസ്മിൽ നിന്ന് അതെത്താനുള്ള വഴിയാവും. കുസലത്തും ചേർക്കുന്ന വസ്തു. പിന്നെ മാതാലിക്ക് അല്ലാത്തതൊക്കെ മുഅ്മിനും കാഫിറും സമാണ്. പിന്നെ